അദ്ദേഹം നിങ്ങളോട് രണ്ടു വാക്ക് ബഹുമാനപ്പെട്ട ഉണ്ണി കൊണ്ടുവാർക്കൽ, നമ്മുടെ സജീർ പഴയന്നൂർ, അതുപോലെ ബാസലി മങ്കട, നമ്മുടെ പ്രിയങ്കരനായ കരീം, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ എൻ്റെ അമ്മമാർ. ഈ അമ്മമാരെ കാണുമ്പോൾ സത്യത്തിൽ ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാർ, എല്ലാവർക്കും ആദ്യമായി ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ എനിക്ക് എത്താൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും ഇന്നിവിടെ എത്തിയപ്പോൾ ഈ പാവപ്പെട്ട അമ്മമാരെ കാണുമ്പോൾ ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യും. കാരണം ഇവർക്ക് മക്കളുണ്ട്. അതുപോലെ എൻ്റെ ഉമ്മാനെ പറ്റി പോലും ഞാൻ ഇപ്പോൾ ഓർത്തുവയ്ക്കും. എൻ്റെ ഉമ്മയുണ്ടെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കും. ഇവരെല്ലാം മക്കൾ ചെയ്ത മാതിരി ഞാൻ ചെയ്യൂല, സങ്കടത്തോടുകൂടി പറയുന്നു. അങ്ങനെ എനിക്കൊരു തോന്നൽ വന്നു. ഇന്ന് എൻ്റെ ഉമ്മക്ക് മരിച്ചുപോയ നമ്മളെ ഇവിടെ എല്ലാ ആൾക്കാരുടെ കൂട്ടത്തിൽ പലരും പ്രായമായിട്ട് മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവർക്കും ദൈവം അള്ളാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറയണമെങ്കിൽ നമുക്കും പ്രായമാകും. കാരണം നമ്മൾക്ക് പ്രായമാകുമ്പോൾ നമ്മളെ മക്കൾ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. നമുക്കിപ്പോൾ നമ്മുടെ സൗകര്യത്തിന് ഭാര്യ പറഞ്ഞാലോ അല്ല മക്കൾ പറഞ്ഞാലോ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ പറ്റാതെ വൃദ്ധസദനത്തിൽ കൊണ്ടിടും. ഈ വൃദ്ധസദനത്തിൽ കൊണ്ടിടുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. പിന്നീട് നമ്മളും പ്രായമാവും, നമ്മളെയും ഇവരെയും നമ്മളെ മക്കൾ കൊണ്ടിടും. അത് ആരും മനസ്സിലാക്കുന്നില്ല. കാരണം ഇവർക്ക് ഇവിടെ എത്തിപ്പെടുന്നത് ആ വീട്ടിലുള്ള വിഷമങ്ങൾ, മക്കൾ നോക്കാത്ത സങ്കടങ്ങൾ, നമ്മൾ ഇവരുടെ ഇപ്പോൾ എത്തിപ്പെടുന്നതിന് ഇവർക്ക് അറിയണം ഇങ്ങനെയുള്ള മക്കൾ നമുക്കുണ്ട്. കരീംഖാൻ പോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ഇതുപോലെ വൃദ്ധസദനത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്ന ആ വ്യക്തി ഇപ്പൊ അദ്ദേഹത്തിന് പേര് പറഞ്ഞു പെട്ടെന്ന് അരി ഒട്ടച്ചതും കാര്യങ്ങളും അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടാകുമ്പോ എവിടെയാണ് സന്തോഷം വരുന്നത്? ഈ നമ്മളെ മുമ്പിലിരിക്കുന്ന അമ്മമാർക്കും നമുക്ക് മക്കളുണ്ടല്ലോ, നമ്മളെ നോക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്താഗതി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചിന്താഗതി മനസ്സിലാക്കുന്ന ദൈവം അല്ലാഹുവാണ്. അതുകൊണ്ട് കരീംഖാക്ക് ഐശ്വര്യം കൊടുക്കും. കാരണം നമ്മൾ എത്രത്തോളം നന്മ ചെയ്യുന്നോ അത്രത്തോളം ദൈവം നമുക്ക് അനുഗ്രഹം എല്ലാ വിധത്തിലും തന്നുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ ഇസ്ലാമിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഉത്തമമാണ് നമസ്കാരം എന്ന് പറയും. പക്ഷേ മറ്റുള്ള പ്രവർത്തികളിൽ ഉത്തമമല്ലാന്ന് മുഹമ്മദ് നബി നമ്മളെ പഠിപ്പിച്ചില്ല. കാരണം നമ്മൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് ഉത്തമം തന്നെ. ഞാൻ കണ്ണൂരിന് ശരിക്കും ഞാൻ 3 ദിവസമായി കണ്ണൂരിന് പുറപ്പെട്ടിട്ട് നേരെ എനിക്ക് ഇവിടെ തിരുവനന്തപുരം ഒരു അവാർഡ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആലുവയിൽ നേരെ അവിടുന്ന് തിരുവനന്തപുരത്ത് ആലുവയിലെത്തിയപ്പോൾ ഞാൻ നമ്മുടെ സൗഹൃദം നമ്മുടെ സുഹൃത്തുക്കൾ സഹായം വാട്സാപ്പ് കൂട്ടായ്മ നോക്കിയപ്പോ ഇങ്ങനെ സംഭവം കണ്ടത്. എന്നെ കരീംഖാൻ വിളിച്ചിരുന്നു, അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് കരീംഖാൻ ഞാൻ ആലുവയിൽ എത്തുന്നുണ്ട്, തീർച്ചയായിട്ടും ഈ യുദ്ധം സംരക്ഷണ ഇതിൽ ഞാൻ തീർച്ചയായിട്ടും എത്തുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ശരിക്കും 3 ദിവസമായി. കാരണം ഞാൻ മക്കളെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഇങ്ങനെയുള്ള അമ്മമാരെ കൂടെ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളൊരു കല്യാണത്തിന് പോയാൽ ഭയങ്കര സൽക്കാരം തക്കാരില്ല. അതിലും ബെറ്ററാണ് ഈ അമ്മമാരെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. അത് പോലെ കാരണം ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റൊരു കാര്യമാണ്, നമ്മൾക്ക് പ്രായമാവും, നമുക്ക് മക്കളുണ്ടാവും. അത് മക്കൾ നമ്മൾ ചെയ്ത മാതിരി ചെയ്യുമെന്നുള്ള ഒരു ചിന്താഗതി നമ്മളെ മനസ്സിലുണ്ടാവും. കാരണം നമ്മുടെ ഉണ്ണി കൊണ്ടുവരവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എനിക്ക് എല്ലാ കാര്യം പറയുക എനിക്ക് അബ്ബാസ് മംഗളായി ഇരിക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി കുറച്ച് പറയുക. പക്ഷേ ഇന്ന് ഇവിടെ നമ്മളെ എത്തിച്ച എല്ലാവരും
അതുകൂടെ ഇവിടുത്തെ കൊഴുപ്പനാട് ചാരിറ്റബിൾ ട്രസ്റ്റിനും അതിൻ്റെ എല്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറി ഇങ്ങനെയുള്ള നല്ല നല്ല വ്യക്തികൾക്ക് അവരെ നല്ല മനസ്സുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം മനസ്സ് വേണം, മനസ്സാണ് ചാരിറ്റി. നമുക്ക് തോന്നണം ഈ അമ്മമാരെ സംരക്ഷിക്കണം, അവരെ നോക്കണം. പിന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ദൈവം പഠിച്ചവൻ നമ്മളെ പിന്നിലേക്ക് സഹായിക്കും. എല്ലാം മുമ്പോട്ട് ഇറങ്ങാം. പിന്നെ ഇത് ശരിക്കും പറയാം, ഈ വൃദ്ധസദനം നമ്മുടെ മക്കളെ കൊണ്ടുണ്ടാകുന്ന കാര്യമാണ്. കഴിയുന്നത്രയും നമ്മുടെ ഉണ്ണി പറഞ്ഞ മാതിരി നമ്മൾ ഓരോ വീട്ടിലും പോയി അവരെ ഈ അമ്മമാരെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൂടെ തന്നെ സുന്ദരമായി സന്തോഷത്തിൽ ജീവിക്കാനുള്ള ഭാഗം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. ഞാൻ 3-4 ലോഡ്ജിന്റെ ഓണറാണ് കണ്ണൂർ. ചില ആൾക്കാർ കണ്ണൂര്, മാട്ടൂര്, മുട്ടം ഇങ്ങനെയുള്ള ദേശത്തുള്ള ആളെല്ലാം എൻ്റെ ലോഡ്ജിൽ റൂം എടുക്കും. 3-4 ദിവസം കഴിഞ്ഞാൽ പ്രായമുള്ള ആളായിരിക്കും. 3-4 ദിവസം നിൽക്കുമ്പോൾ എനിക്കിത് കാണും കൗണ്ടറിൽ. ഞാൻ പറയും ഓഫീസിൽ നോക്കുമ്പോൾ കൗണ്ടറിൽ ഇങ്ങനെ പോകുമ്പോൾ ഇന്നലെ കാണുമ്പോൾ ഞാൻ വിളിക്കും അവരെ എൻ്റെ ഓഫീസിൽ വിളിച്ചേക്കും. നിങ്ങൾ ഒരു 3-4 ദിവസത്തിലായിട്ട് താമസിക്കുന്നു, നിങ്ങളുടെ സ്ഥലം ഇവിടെ മാട്ടൂർ, മറ്റേ പയ്യന്നൂർ. ഞാൻ ചോദിച്ചു ഈ പയ്യന്നൂർ ഇത് ചെറിയൊരു ദൂരമല്ല, നിങ്ങൾ എന്തിനാൻ നിൽക്കുന്നു? മോനെ നീ ചോദിച്ചല്ലോ, ഇങ്ങനെ നീ ചോദിച്ചല്ലോ. എൻ്റെ മക്കളെ ചോദിക്കില്ല. എൻ്റെ മക്കൾക്ക് ഇപ്പം എന്നെ വേണം. ഞാൻ ഗൾഫിൽ പോയി കുറേ സമ്പാദിച്ച് ഭാര്യൻ്റെ പേരിൽ മക്കളുടെ പേരിലെല്ലാം എഴുതി കൊടുത്ത് ഇന്നെന്നെ അവർക്ക് പിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നേരെ വീട്ടിൽ നമ്പർ വാങ്ങും, അവരായിട്ട് സംസാരിക്കും. എന്നോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, ഞാൻ ഇന്ന ആളാണ്, അതുകൊണ്ട് ഒന്നിങ്ങോട്ട് വരണം, ചെറിയ തണുപ്പുണ്ട്. അപ്പോൾ ഇവര് വന്നു കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നാൽ അവർ ഇപ്പം പഴയ മാതിരില്ല, അച്ഛൻ പഴയ മാതിരില്ല. കാരണം അവർ ഞാൻ പറഞ്ഞ അവർക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും. അത് മനസ്സിലാക്കേണ്ട മക്കളായി നമ്മളെ. നിങ്ങൾ ഇത്ര നാൾ ഈ കോലത്തിൽ ചെറിയ മക്കളായ നിങ്ങളെ വളർത്തി ഈ കോലത്തിലാക്കി നന്നാക്കി ഉപ്പാക്ക് അന്ന് സ്വഭാവത്തിലൊന്നുമില്ലല്ലോ. ഇന്നലെ നിങ്ങൾക്ക് ഈ സ്വഭാവത്തിൽ തോന്നുന്നു. അതുകൊണ്ട് ഉപ്പാക്ക് സ്വഭാവം മോശമാണെങ്കിൽ ഉപ്പാനോട് പറഞ്ഞു മക്കളോട് സ്നേഹിക്കുക. നമ്മൾ റസൂല് പഠിപ്പിച്ചത് ചെറിയവരെ സ്നേഹിക്കാനും വലിയവരെ ആദരിക്കാനും. അതുപോലെ ഇതൊക്കെ പറഞ്ഞ് നല്ല നിലയിൽ ജോയിന്റ് ആക്കിയിട്ട് വിടലാണ്. കാരണം നല്ലൊരു കാര്യമല്ല, ഒരു ബന്ധം തകരുന്നത് അത് ജോയിന്റ് ആയി കൊടുക്കുന്നത് ഏറ്റവും വല്ല നമ്മൾ ചെയ്യുന്ന വലിയൊരു ചർച്ചയാണ്. അങ്ങനെ നല്ല നിലയിൽ അവരെ കുടുംബം എത്രയോ കുടുംബത്തിന് ഞാൻ ഐക്യത്തിലായിക്കോട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ ഞാൻ പറയുന്നില്ല, സമയം വൈകുന്നില്ല. ഇത്രയും പറഞ്ഞതിൽ വല്ല വിഷമം എനിക്ക് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളോട് സലാം.